ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൂണ്ട് സാദമാണ്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കുരുമുളക്, കുറച്ച് ഉണക്കമുളക്, അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ട്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി എണ്ണയിലൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുത്തതിന് ശേഷം നമ്മളത് തണുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് അണ്ടിപ്പരിപ്പ് വേണമെന്നില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് അരി വേവിച്ച് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാളയും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാം. പപ്പടം ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു റൈസാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഉള്ളി വഴണ്ടതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ നോമ്പ് സമയത്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ തക്കാളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാമെന്ന്. ഇപ്പോൾ ചോറിൽ ഉപ്പിടാത്തത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൂണ്ട് സാദം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്.